നമ്മുടെ ഇന്നത്തെ റൈഡിന് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നത്തെ റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൈഡിൽ യാതൊരുവിധ പോരായ്മകളും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതിലും ഒരു 45 മിനിറ്റ് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വണ്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ ചെക്ക് ചെയ്തു, വേറെണ്ടവരുടെ ഡീറ്റെയിൽസ് എടുത്തു. അങ്ങനെ എവിടെയും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷേ എന്നിട്ടും എനിക്ക് റൈഡിൽ ഒരു മുട്ടം പണി കിട്ടി. അതെന്താണ് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഒരുവിധം അഡ്വഞ്ചർ ബൈക്കൊക്കെ ഇന്നിവിടെ പ്രസൻറ്റാണ്. ആകെ ഇല്ലാത്തത് RTX 300 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഏകദേശം 35 ആളുകൾ ഇന്നത്തെ നമ്മുടെ റൈഡിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ റൂൾസ് ഒന്ന് ബ്രീഫ് ചെയ്യുന്ന സെക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് അഡ്മിൻസിനെ പരിചയപ്പെടുത്താം. അഭിരാമ്, ഷയാസ്, ഉനൈസ്, അബി. നമ്മുടെ ഹിറ്റ് എന്ന് പറയുന്നത് അബിയാണ്. അബീൻ്റെ സ്പ്ലെൻഡർ. എല്ലാവരും അബീൻ്റെ തൊട്ട് പുറകെയാണ് വരേണ്ടത്. പിന്നെ കുറച്ച് ഒരു 10-12 ബൈക്ക് കഴിഞ്ഞാൽ ഉനൈസ് ഉണ്ടാവും, ഈ ബൈക്ക് ഉണ്ടാവും. വണ്ടി നോട്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഷയാസ് ഉണ്ട്. ഇതിൻ്റെ 100 കിട്ടിയല്ല ഇവരൊരു ഈ സ്പ്ലെൻഡർ, ഈ 210, അതുപോലെ തന്നെ 100. ഇത് 3 വണ്ടികളും നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിലുള്ളവരൊക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഇതായതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗ്രൂപ്പ് റൂൾസ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആരെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും നിർത്താം. ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ഈ 2 വണ്ടികൾ റീസ്ട്രോമും റാലിയും മൈൻഡാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും റൂൾസ് ഇല്ലാത്തത് നന്നായി. അപ്പോൾ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ 2 വണ്ടികളുടെ മേജർ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും വിഷ്വൽസും ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിനെ ഓവർടേക്ക് ചെയ്യാം, അതുപോലെ തന്നെ പുറകിൽ നിർത്താം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും എനിക്ക് കിട്ടാൻ പോകുന്ന പണീൻ്റെ ആഴം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനെ ഓവർടേക്ക് ചെയ്ത് കുറച്ച് മുന്നിലോട്ട് വന്നു. ഫ്യൂൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറി. നമ്മുടെ ഗ്രൂപ്പ് പുറകിൽ വേറൊരു പമ്പിൽ നിന്ന് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി നോസിലെടുത്ത് കൈ പിടിച്ചു. ഞാൻ ടാങ്ക് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ടാങ്ക് തുറക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റോളമായി ട്രൈ ചെയ്യുന്നു. സാധനം ഓപ്പൺ ആവുന്നില്ല. നമ്മൾ മുന്നേ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ട് വീട്ടിൽ തന്നെ കീപ്പ് ചെയ്തതാണ്. അതിനുശേഷം ടാങ്ക് തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 2 മാസത്തോളം വണ്ടിയുടെ ടാങ്ക് ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തെങ്കിലും ടാങ്ക് തുറക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലേ ഇല്ലാത്തതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പമ്പിലെത്തിയപ്പോഴാണ് പണി കിട്ടിയത്. വണ്ടിയിലാണെങ്കിൽ ആകെ 2 ഘട്ട ഫ്യൂലേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പാണെങ്കിൽ പുറകിൽ നിന്ന് ഫ്യൂൽ ഫില്ല് ചെയ്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ചുരമാണ്. ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് പോലും ഉണ്ടാവില്ല. അവിടെ നിന്ന് എങ്ങാനും ഫ്യൂല് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറം ലോകത്തേക്ക് ബന്ധപ്പെടാനും വേറൊരു വഴിയും ഇല്ല. കുഴപ്പമില്ല, ചുരം കയറേണ്ട എണ്ണയുണ്ട്. ഇടാം, വഴിക്കായ നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു മൊമെൻ്റ് തൊട്ട് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ഔട്ടാണ്. ഇവിടം തൊട്ട് എനിക്ക് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഫ്യൂവൽ എവിടം വരെ തികയുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ടാങ്ക് തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് മൊത്തം 100 ചില്ലറ കിലോമീറ്റർ റൈഡ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 240 കിലോമീറ്റേഴ്സ് ഉണ്ട്. 240-250 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ ഫ്യൂൽ വെച്ചിട്ട് എന്തായാലും നമുക്ക് ആ ഡെസ്റ്റിനേഷൻ അത്രയും ഇത് കവർ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ടെൻഷനുണ്ട്. നമ്മൾ മുന്നേ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചതാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പിന്നെ വണ്ടി അധികം യൂസ് ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. ചെറിയ ചെറിയ റൈഡുകളൊക്കെ പോയി ഫ്യൂൽ ഇപ്പം 2 ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫ്യൂവൽ ഇന്നലെ അടിക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തുമ്പോൾ ലേറ്റായി. അപ്പോൾ ലോക്കൽ യൂസിന് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ആക്റ്റീവ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പമ്പിലേക്ക് പോയി നോക്കുമ്പോൾ പമ്പ് തുറന്നിട്ടില്ല. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ. ഇപ്പോഴാണ് പമ്പിൽ കയറിയിട്ട് ടാങ്ക് തുറക്കാൻ നോക്കുന്നത്. അപ്പോൾ മനസ്സിലായി ടാങ്ക് തുറക്കുന്നില്ല എന്നുള്ളത്. നോക്കാം, തൽക്കാലം ഓയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ പോയി നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ടെക്നീഷ്യൻസൊക്കെ ഉണ്ട്. പമ്പിൽ കുറച്ച് സമയം പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പ് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ റൈഡ് ചെയ്തിട്ടാണ് ഇവരൊന്ന് പിടിക്കാൻ പറ്റിയത്.
ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ആയി, ചെറിയൊരു തണുപ്പും പച്ചപ്പും ഒക്കെ കൂടെ ആകെ മൊത്തം നല്ല റൈഡ് ചെയ്യാനുള്ള മൂഡും വൈബും കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവർ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്നത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാലും എനിക്ക് ഏത് ആംഗിൾ പിടിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ കംപ്ലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. കാരണം കംപ്ലീറ്റ് മൈൻഡ് ഔട്ടായി കിടക്കുന്ന ഒരു അവസ്ഥ. ടാങ്ക് തുറക്കാൻ പറ്റുന്നില്ല, ടാങ്ക് ഓപ്പൺ ആവുന്നില്ല. നൈസായിട്ടൊരു കോടയൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ ഈ ഒരു ടെൻഷൻ ഉള്ളിലുള്ളതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ വിശ്രോമിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു മുട്ടൻ പണി. അതും നമ്മളൊരു റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ മുന്നേ ശ്രദ്ധിക്കേണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബേസിക് മെയിൻ്റനൻസിനെ കുറിച്ച് മാത്രമല്ല ആലോചിക്കുള്ളൂ. ഒരിക്കലും ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആവൂല എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഒരുപാട് റൈഡേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊട്ടിയൂർ സീസണാണ്, അപ്പോൾ അതിൻ്റേതായ റഷ് ഇങ്ങോട്ടേക്കുണ്ട്. കൂടുതലും ബൈക്കേഴ്സിനെയാണ് കാണുന്നത് അങ്ങോട്ടേക്ക്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഗ്രൂപ്പ് റൈഡ്സ് ഫണ്ണാണ്, സോളോ റൈഡാണ് നമ്മുടെ തിങ്. പക്ഷേ ഗ്രൂപ്പ് റൈഡ്സും ഫണ്ണാണ്. നമ്മൾ മുന്നേ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് റൈഡ് കുറച്ച് ഫ്ലോപ്പായിരുന്നു. അത് റാണി ജാര എന്ന് പറഞ്ഞൊരു ഇതാണ്, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ആ ഗ്രൂപ്പിൽ ഓടിച്ചു പോകുന്നത് ഒരു വൈബ് ഉണ്ടായിരുന്നെങ്കിലും ട്രിപ്പ് ഓവറോൾ നോക്കുന്ന സമയത്ത് അത് ഫ്ലോപ്പായിരുന്നു. കാരണം ടൈമിങ്ങും കാര്യങ്ങളും ഉറക്കവും ഒന്നും റെഡി ആയിരുന്നില്ല. ഇവരൊക്കെ നമ്മൾ പറഞ്ഞ കൊട്ടിയൂർ ആ ഭാഗത്തേക്ക് പോകുന്നവരാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അത് മനസ്സിലായി, അത്രയേ ഉള്ളൂ. നമുക്കിനി ക്യാപ്റ്റനെ ഓവർടേക്ക് ചെയ്യാം, ഫ്രണ്ടിൽ പോവാം. നല്ലൊരു വിഷ്വൽ കിട്ടുമോ നോക്കാം. കുറച്ച് മുന്നോട്ട് പോയിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ എത്തും. ആ ലോറീനെയും കൂടെ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കിട്ടും. യെസ്, ഓക്കെ. ഇവിടെ നമുക്ക് ചവിട്ടാം. ഓക്കെ, അപ്പോൾ ഉദ്ദേശിച്ച പരിപാടി നടന്നു. ഫ്യൂല് 2 കട്ട തന്നെ ബാക്കിയുണ്ട്. ബട്ട് കബയിലെത്താൻ അത് മതിയാവും. കബയിൽ നിന്ന് തിരിച്ചു വരാൻ അത് മതിയാവും എന്നറിയില്ല.
ഗൈസ്, ആ മല ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ആകാശം മുട്ടി നിൽക്കുകയാണ്. നല്ലൊരു തണുപ്പുമുണ്ട്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊക്കെ സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളോട്ടേക്ക് നല്ലൊരു ചെറിയൊരു വീടെടുത്തിടണം. വേണമെങ്കിൽ കുറച്ച് കാപ്പിത്തോട്ടം ആവാം. എന്നിട്ട് എല്ലാ ദിവസവും ഒന്നും നിൽക്കില്ല, വീക്കെൻഡിലൊക്കെ നമുക്ക് അവിടെ, അതായത് ഒരു വാറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും ലിക്കറോ കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വന്ന് നൈസായിട്ട് ഒറ്റയ്ക്കോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എങ്ങനെയാണെങ്കിലും വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വൈബിലങ്ങ് വന്ന് കൂടാൻ പറ്റിയ ലൊക്കേഷൻ ആയിരിക്കണം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വന്യമൃഗങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കണം. അതുപോലെ തന്നെ അറിയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ചെറിയ കുഴപ്പമൊന്നും അല്ലാന്ന്? പക്ഷേ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാമല്ലോ. പിന്നെ നമ്മുടെ നോർമൽ ലൈറ്റ് ആയിരിക്കരുത്. നമ്മുടെ ഈ പോസ്റ്റിലൊക്കെ കാണുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് കോടയും കൂടെ വരുന്ന സമയത്ത് ഫുള്ള് ചെല്ലാതെ ഒരു ചെറിയ പാർട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവിടെ മാത്രം ഗോൾഡൻ കളറായി നിൽക്കും. അങ്ങനത്തെ ഒരു ലൈറ്റാണത്, മങ്ങിയ ലൈറ്റ്. റൂമിൽ തന്നെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ അങ്ങേ മൂല കാണാത്ത രീതിയിലുള്ള ലൈറ്റ് ആയിരിക്കണം. മൊത്തത്തിലൊരു വിൻറ്റേജ് ഹൊറർ മോഡലുള്ള ഒരു വീടും അങ്ങനത്തെ ലൈറ്റിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നല്ല കാട്ടുപന്നിയോ, ദൈവമേ ഞാൻ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് തോന്നുന്നുണ്ട്, പന്നിയൊക്കെ വെച്ച് നല്ല സെറ്റായി വൈബായി അങ്ങനെയൊക്കെ കൂടണം. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങും ഉണ്ടായിരിക്കണം. അത് വിട്ടൊരു കളിയില്ല, അത് വേറെ തന്നെയാണ്. പഠിച്ച പണി 18 നോക്കി ടെക്നീഷ്യനെ കാണിച്ചു, ടാങ്ക് ഓപ്പൺ ആകുന്നില്ല, ഒരു രക്ഷയില്ല. താക്കോല് പൊട്ടുന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പം പരിപാടി നിർത്തി. കാരണം താക്കോൽ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സൺഡേ ആണ്, കൂർഗാണ്, ഒരു വർക്ക്ഷോപ്പും ഇല്ല, ഒന്നുമില്ല. നമ്മളിവിടെ പെട്ടുപോകും. പിന്നെ നാട്ടിൽ നിന്ന് അതങ്ങ് വണ്ടി വിളിച്ച് വണ്ടി അതിൽ കയറ്റി കൊണ്ടുപോകേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കബ്ബ ഹിൽസിനേക്കാളും വൈബ് ഈ വഴിയാണെന്ന്. നല്ല രസമുണ്ട് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബാക്കി നടക്കണം. എന്തായാലും മേലെ ഹൈക്ക് തന്നെ വേണം. ഗൈസ്, നമ്മളങ്ങനെ ഹിൽസിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വണ്ടി കുറച്ച് താഴെ വെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റായിരുന്നു. താഴെ നല്ല ചൂടാണ്, പക്ഷേ മേലെ ക്ലൈമറ്റ് വേറെയാണ്. കാണുമ്പോൾ അത് അടുത്തല്ല, എത്തണമെങ്കിൽ നല്ല ടാസ്ക്കാണ്. നല്ല കുത്തനെയുള്ള ഹൈക്കാണ്. നല്ല രീതിയിൽ കോടയുണ്ട്. മലയുടെ താഴെയൊക്കെ നല്ല വെയിലും ചൂടുമാണ്. പക്ഷേ മേലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറ്റമാണ്. നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ, ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല, വണ്ടി താഴെ വെക്കേണ്ടി വരും. ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഒറ്റയ്ക്കൊന്നും വരാൻ നിൽക്കണ്ട, അതുപോലെ കപ്പിൾസായിട്ടും വരാൻ നിൽക്കണ്ട. കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. മേലെ അത്യാവശ്യം ബിയർ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അടിപൊളിയാണ്, വേറെ ലെവലാണ്. ഇതാണ് ശരിക്കുള്ള വ്യൂ. ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു കയറുണ്ടെങ്കിൽ പിടിച്ച് കയറി വരാൻ പറ്റുന്ന പോലത്തെ ഒരു ഹൈക്കൊക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്ക് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കബ്ബ ഹിൽസിൽ നിന്ന് ഇറങ്ങി ബാക്കിയുള്ളവർ തലക്കാവേരിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ റൈഡ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് തിരിച്ചു പോകാതെ വേറെ വഴിയില്ല. കാരണം തലക്കാവേരിയിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിക്കാവും. നാട്ടിലേക്ക് ഇപ്പം ഏകദേശം 60 കിലോമീറ്റർ ഉള്ളൂ. നമ്മളങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 70 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരും. അതിനുള്ള ഫ്യൂല് നമ്മുടെ ടാങ്കിലില്ല. ടാങ്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയൊരു ശ്രദ്ധക്കുറവാണ്. അപ്പോൾ റൈഡ് പോകുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം, ഫ്യൂവലും അടിച്ചു വെക്കണം. ആ പാഠം ഞാൻ ഇന്ന് പഠിച്ചു. ഇനി ഒരിക്കലും ഞാൻ റൈഡിൻ്റെ അന്ന് ഫ്യൂവൽ അടിക്കുന്ന പരിപാടിയില്ല. മുന്നേ റൈഡിൻ്റെ അന്ന് എയർ അടിച്ചിട്ടൊരു പണി കിട്ടിയിരുന്നു. അന്ന് തൊട്ട് റൈഡിൻ്റെ അന്ന് എയർ അടിക്കുന്ന പരിപാടി നിർത്തി.
ഇതിപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ റൈഡ് ഇന്ന് ഇവിടെ കഴിയാണ്. അടുത്ത റൈഡ് ഉടനെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.